ഹലോ ഹായ് അബ്ലീസാണ്. ഇതെന്താ അറിയോ? ഷേട്ടാണ്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ പോകും. അതായത് നമ്മളൊക്കെ പറയല്ലോ മുക്കദ്ദർ. മുക്കദ്ദർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പടച്ചവൻ തീരുമാനിച്ച സംഗതി അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഈ ഷേട്ടുകളൊക്കെ നിങ്ങളിൽ വ്യത്യസ്തമായി നിങ്ങളെ കയ്യിലേക്ക് എത്തിപ്പെട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് ഇതിന്റെ പടച്ചവൻ മാത്രമാണ് തന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത്തെ എന്താ വെച്ചാല്, ഇത് നെയ്ത്തുകാരന് നെയ്യുന്ന സമയത്ത് പടച്ചോന്റെ ഇൽപ്പിൽ ഇത് അഭിലയിച്ചിനുള്ളതാണെന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഹോൾസെയിലെത്തി അപ്പോഴും പടച്ചോന്റെ അറിവിൽ എന്തുണ്ട്, ഇത് അഭിലയിച്ചിട്ടുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് വന്ന് അപ്പോഴും പടച്ചോന്റെ ഇൽമിലുണ്ട് ഇത് അഭിലയിച്ചിട്ടുള്ളതാണ്. ഇത് പ്രിന്റ് ചെയ്യിൽ ഇത് ചെയ്യിപ്പിച്ചതായ അത് അവനിക്ക് വേണ്ടി മാത്രം. ഇത് കളറിങ് ചെയ്ത് അതും അവൻ മാത്രം. അത് ഹോൾസെയിലെത്തി റീറ്റെയിലെത്തി നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ വികാരം എനിക്കുണ്ടാക്കാൻ കഴിയില്ല. എൻ്റെ ബുദ്ധിയിൽ എൻ്റെ പഠിച്ചോട്ടെന്ന്. അപ്പോൾ ആ ഷോപ്പിൻ്റെ മുമ്പ് കൂടി പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പ് കയറി. അവിടെ പല ഷോപ്പുകൾ സാധനം ഇങ്ങനെ അട്ടിക്കിട്ടു. മുക്കദ്ദറായ സംഗതി ഉണ്ട്, അള്ളാഹു തീരുമാനിക്കപ്പെട്ട. അപ്പോൾ അത് വേണം. ഞാൻ മാത്രമല്ല, ഇതിൻ്റെ പൈസ കിട്ടിയാൽ മാത്രമേ ഇത് വാങ്ങാൻ കഴിയുള്ളൂ. ഇതുപോലെയാണ് നമ്മളെ നിത്യജീവിതത്തിലെ സകല സംഗതികളും മുക്കദ്ദർ, അള്ളാഹു തീരുമാനിക്കപ്പെട്ടത്. ഇതിനെ നമ്മൾ വിശ്വസിച്ചാൽ മതി. പിന്നെ നമ്മളങ്ങനെ കാലചക്രം നമ്മളങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ആ ഏകനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊത്തം പ്രശ്നങ്ങൾ അവൻ പരിഹരിക്കാൻ ഒമ്പറുണ്ട്. കാരണം എന്താ? ഹൃദയത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞിട്ട്, നിനക്ക് സമ്പത്ത് കിട്ടണയിലോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ് എടുക്കണയിലോ ഒന്നല്ല, നിന്റെ ഹൃദയത്തിന്റെ സമാധാനം എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്നെ ഓർക്കണയില്ല. എങ്ങനെ ഓർക്കണം? ഓർമ്മയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ബാങ്കിന്റെ ഇടപാട് നടത്തുക, അല്ലെങ്കിൽ ഒരു മോശമായ പ്രവൃത്തിയിൽ നടക്കുക. അപ്പം നമ്മൾ ദൃഷ്ടി എടുത്ത് മറക്കലല്ല, ഒരു മോശമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ ദിക്ർ. എന്ന മാതിരി പല 24 മണിക്കൂർ നമുക്ക് പല ചുറ്റുപാടുകളും അവസ്ഥകളും വരും. അപ്പോഴൊക്കെ നമ്മൾ പടച്ച റബ്ബു തമ്പുരാൻ എന്നിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. അതാണ് ഏറ്റവും വലിയ ദിക്ർ. ആ ദിക്ർ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു താല വേറെ ഇടത്തെ തന്നെ പറയുന്നുണ്ട്, എന്നെ സ്മരിക്കാതെ നിങ്ങൾ ജോലികളിലേക്ക് നിറകാച്ചാൽ നിങ്ങളെ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കില്ല, നിങ്ങളെ കൈകളിൽ 100 കൂട്ടം ജോലികൾ ഞാൻ നിറയ്ക്കുകയും ചെയ്യും. അവനെ സ്മരിച്ചാൽ മതി. അവനെ ഓർത്തിട്ട് നമ്മൾ ജീവിതം പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം വളരെ ആനന്ദത്തിലായിട്ട്. അപ്പോൾ ഓർക്കുക, ചിന്തിക്കുക, ഓർത്ത് പ്രവർത്തിക്കുക. ഓക്കെ, ബൈ.